വെൽക്കം ടു കറിലേസ് റെസിപ്പി വിത്ത് ഉഷ. ഇന്ന് നമ്മുടെ റെസിപ്പി ഫിഷ് കറിയാണ്. ഏതാ ഫിഷ് എന്ന് കണ്ടോണ്ടേ മനസ്സിലായോ? മത്തി. തേങ്ങ അരച്ച മത്തിക്കറിയാണ് ഇന്ന് നമ്മുടെ റെസിപ്പി. നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട മത്തിക്കറി കൂട്ടി നമുക്കിന്ന് ചോറുണ്ടാം അല്ലേ? ആദ്യം മത്തിയുടെ ചെതമ്പലെല്ലാം കളഞ്ഞ് തലയും പാലൊക്കെ വെട്ടി അകത്തുള്ള അഴുക്കൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വൃത്തിയാക്കിയ മത്തി. ഇനി ഇതുകൊണ്ട് കറി ഉണ്ടാക്കണം. തേങ്ങ അരച്ച കറി. അതുകൊണ്ട് ആദ്യം ഒരു അരമൂടി തേങ്ങ നന്നായി ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കാം. ഇനി അതൊരു മിക്സിയിലിട്ടിട്ട് വളരെ നൈസായി അരച്ചെടുക്കണം. അതരച്ച് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് പുളിങ്ങ. ഇത്രയും പുളിങ്ങയാണ് ഞാൻ വെള്ളം ഒഴിച്ച് കുതിർത്ത് വയ്ക്കുന്നത്. കുതിർന്നതിന് ശേഷം പിഴിഞ്ഞ് പുളിവെള്ളം നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് പുളിങ്ങയുടെ വെള്ളം. ഇനി കറി വെക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ച്, മീൻ ചട്ടിയാണെങ്കിൽ അത് ഞാനിപ്പോൾ ഈ പാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വയ്ക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മീനിന് കൂടെ ആവശ്യമുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായി മുളക് പൊടി കൂടെ നമുക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. നന്നായി തിളച്ച് വരുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അതിലേക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം. മീൻ പൊട്ടിപ്പോകാതെ വളരെ മെല്ലെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇനി അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറിയുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. മത്തിക്കറി കുറച്ച് തിക്കായി ഇരിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ. കൂടുതൽ വെള്ളം ഒഴിക്കണം. നമുക്ക് നല്ല മീനൊന്നും പൊട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. നന്നായി വെന്ത് വരുന്നുണ്ട്. പിന്നെ നല്ല തിളച്ച് വരുന്നുണ്ട് കറി. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ കറി ഒന്നും നന്നായി ചുഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെച്ച് അതിലേക്ക് വറവിടണം. വറവിടാനുള്ള ചട്ടി നമുക്ക് അടുപ്പിൽ വയ്ക്കാം. വറവിനിവിടെ ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവോള, ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് വെക്കാം. ചെറുതായി അരിഞ്ഞെടുത്ത് വയ്ക്കാം. കൂടെ കരിവേപ്പിൻ്റെ ഇല. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് മൂത്തതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും കരിവേപ്പില കൂടെ ഇട്ട് നന്നായി വറുത്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ താഴെ കണ്ടുവെച്ചുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം അമർത്തിക്കോളാം. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കണേ. ഉള്ളി എത്രയും അരിഞ്ഞിരുന്ന് വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇതിന് വറവിൻ്റെ വാസന വളരെ നന്നായിരിക്കും. മത്തിക്കറിയും ചോറും കൂടെ കിട്ടിയാൽ വയറ് നിറയാൻ വേറെ ഒന്നും വേണ്ട. ഈ മത്തിയിൽ omega 3 fatty acid
കൂടുതലുള്ളത് കാരണം വളരെ നല്ലതാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു മീനാണ് മത്തി. ഇനി അറിവിൽ കുറച്ചും കൂടി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ വളരെ നല്ലതാണ്. നേരത്തെ നിങ്ങൾ മുളക് പൊടി ഇട്ടത് കാരണം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്നിരിക്കുന്നു. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അത് കറിയിലേക്ക് ഒന്ന് ഒഴിക്കാം. അതിനാദ്യം കറി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് വയ്ക്കാം. ഈ മത്തിക്കറി ചോറ്, ചപ്പാത്തി, ദോശ, പൊറോട്ട ഇങ്ങനെ ഏതിൻ്റെ കൂടി കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വറവ് ചേർത്ത് വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി വറുത്തരച്ച തേങ്ങ മത്തിക്കറി റെഡിയായിരിക്കും. കഴിക്കാൻ തോന്നുന്നില്ല നിങ്ങൾക്ക്? ഇപ്പം തന്നെ മത്തി വാങ്ങുക, നന്നാക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. ഇതാണ് വളരെ ടേസ്റ്റിയായ മത്തിക്കറി. കറി ലീവ്സ് റെസിപ്പി വിത്ത് ഉഷ നിങ്ങൾക്ക് എപ്പോഴും നല്ല ഹെൽത്തി ടേസ്റ്റി നാടൻ റെസിപ്പീസാണ് തരുന്നത്. അതുകൊണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യും, എൻജോയ് ചെയ്യും. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൻ അതിൽ ഓൾ ബട്ടൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും അടുത്ത നല്ല റെസിപ്പി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.